അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ചുറ്റിനും കുറേ ടൈപ്പ് ആളുകളുണ്ടല്ലേ. ചിലർ സീരിയസ് ആയിരിക്കാം, ചിലർ ഓവറായിട്ട് വർത്തമാനം പറയുന്ന ആളുകളെ നമ്മൾ കണ്ടിട്ടുണ്ട്. ചിലർ ഔട്ട് ഓഫ് ദ ബോക്സ്, ഞാനിവിടെ ഒന്നും ഇല്ലേ എന്ന മട്ടിൽ ഇരിക്കുന്ന ആളുകളുണ്ട്. ചിലരാണെങ്കിൽ ഭയങ്കര ഫണ്ണി ആയിരിക്കും, അവരുടെ കൂടെ കമ്പനി അടിച്ച് നമുക്ക് സമയം പോകുന്നത് അറിയില്ല അല്ലേ. എന്നാൽ ഈ കാറ്റഗറിയിൽ ഒന്നും പെടാത്ത ഒരു ടൈപ്പ് ആൾക്കാരുണ്ട്, ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ള ആളുകൾ. അവരാണ് ഭയങ്കരമായിട്ട് നമ്മളെ കുത്തി നോക്കുന്ന ആളുകൾ എന്ന് പറയുന്നത്. എപ്പോഴും നമ്മൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഇങ്ങനെ കുത്തി നോക്കിച്ചുകൊണ്ടിരിക്കും. ഈ കാറ്റഗറിയിൽപ്പെട്ട ആളുകളെ നമ്മൾ ദൂരെ നിന്ന് തിരഞ്ഞു പോകേണ്ട ആവശ്യമില്ല. ചിലപ്പോൾ നമ്മുടെ വീട്ടിലുള്ളവർ തന്നെ ആയിരിക്കാം, അതായത് ഇപ്പം നമ്മളെ അമ്മായിമ്മയോ അമ്മായിയച്ഛനോ അല്ലെങ്കിൽ ചിലപ്പോൾ ഹസ്ബൻഡോ ബ്രദറോ സിസ്റ്ററോ ആരെങ്കിലും ആയിരിക്കാം ഈ കാറ്റഗറിയിൽപ്പെട്ട ആൾക്കാർ. പക്ഷെ ഇവർ ഈ കാറ്റഗറിയിലേക്ക് വരാൻ മെയിനായിട്ട് കുറച്ച് കാരണങ്ങളുണ്ട്. പിന്നെ എപ്പോഴും കുത്തി നോവിക്കുന്ന രീതിയിലുള്ള ഒരു ടൈപ്പ് പേഴ്സണായിട്ട് മാറാനായിട്ട് കുറച്ച് കാര്യങ്ങളുണ്ട്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിനായിട്ട് വരുന്നത് ഫസ്റ്റ് പറയുന്നത് തൃപ്തിയില്ലായ്മയാണ്. അവർക്ക് എപ്പോഴും ഒന്നിലും ഒരു തൃപ്തി ഉണ്ടാവില്ല. എന്ത് ചെയ്താലും അത് പോരാ ഇത് പോരാ, അയ്യോ എനിക്ക് അതില്ലല്ലോ എനിക്ക് ഇതില്ലല്ലോ എന്നൊക്കെ ഉള്ള രീതിയിലായിരിക്കും അവരെപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുക. എനിക്ക് അതൊന്നും കിട്ടില്ലല്ലോ, എന്നാൽ പിന്നെ ഇവനും അല്ലെങ്കിൽ ഇവൾക്കോ ഇതൊന്നും കിട്ടരുത് എന്നുള്ള രീതിയിൽ ചിന്തിച്ചുകൊണ്ട് അവരിങ്ങനെ ഓരോന്ന് പറഞ്ഞ് നമ്മളെ കുത്തി നോവിച്ചുകൊണ്ടിരിക്കും. പിന്നെ പറയുന്നത് ഓവർ എക്സ്പെക്റ്റേഷനാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരാളിങ്ങനെ പെരുമാറണം, ഇന്ന രീതിയിൽ എന്നോട് പെരുമാറണം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഓരോ എക്സ്പെക്റ്റേഷൻസ് വയ്ക്കത്തില്ലേ. അത് ആണ് മെയിനായിട്ട് ഇങ്ങനെ ഒരു പേഴ്സൺ ക്യാരക്ടർ ആവാനായിട്ടുള്ളൊരു കാരണം, എക്സ്പെക്റ്റേഷൻ. അപ്പോൾ എക്സ്പെക്റ്റേഷൻ നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ മറ്റുള്ളവർ നമ്മളോട് പെരുമാറണം എന്ന് നമുക്ക് നിർബന്ധം പിടിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അങ്ങനെ പെരുമാറിയില്ലെങ്കിൽ നമ്മളിങ്ങനെ ഓരോന്നും പറഞ്ഞ് കുത്തി നോവിച്ചുകൊണ്ടിരിക്കും. പിന്നെ പറയുന്നത് മിസ്കമ്മ്യൂണിക്കേഷനാണ്. നമ്മൾ പറയുന്ന രീതിയിൽ ഉള്ള കാര്യമായിരിക്കില്ല ചിലപ്പോൾ ചക്ക എന്ന് പറയുന്നത് ചിലപ്പോൾ മാങ്ങാന്നായിരിക്കും മറ്റുള്ള ഒരാൾ കേൾക്കുന്നത്. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ അതൊരു കമ്മ്യൂണിക്കേഷൻ ഡിഫറൻസ് അവിടെ സൃഷ്ടിക്കുന്നുണ്ട്. അപ്പോൾ അത് ഓരോന്ന് പറഞ്ഞ് മറ്റുള്ള പ്രശ്നങ്ങളിലേക്ക് പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ രീതിയിലുള്ള കാരണങ്ങളൊക്കെ കൊണ്ടാണ് മറ്റുള്ളവർ നമ്മളെ ഇന്ന് കുത്തി നോവിച്ചുകൊണ്ടിരിക്കുന്ന ക്യാരക്ടർ പേഴ്സണായിട്ട് മാറുന്നത്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ നമുക്ക് എങ്ങനെ രക്ഷപ്പെടാമെന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ ഫസ്റ്റായിട്ട് നമ്മൾ അവർക്ക് വേണ്ടി ഒരു ബൗണ്ടറി സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. സെറ്റ് ബൗണ്ടറി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യ കാര്യങ്ങൾ ഇപ്പോൾ ഭാര്യ ആയിക്കോട്ടെ ഭർത്താവ് ആയിക്കോട്ടെ, ഞാൻ ഇന്ന ഡ്രസ്സ് ഇടണോ, അത് വേണോ ഇത് വേണോ എന്നുള്ള രീതിയിലൊക്കെ നമ്മൾ ചോദിക്കും. അപ്പോൾ അത് പിന്നെ നമുക്ക് ബോറടിച്ച് തുടങ്ങും, എന്തിനിപ്പോൾ ഇതൊക്കെ ചോദിക്കണമെന്നുള്ളത്. അപ്പോൾ നമ്മൾ ആദ്യം ഒരു ബൗണ്ടറി സെറ്റ് ചെയ്യുക ഫസ്റ്റ് തന്നെ. അപ്പോൾ ഒരു പേഴ്സണൽ ബൗണ്ടറിയാണ്. ആ ഒരു ബൗണ്ടറിയോട് നമ്മൾ അനുവദിക്കാതെ മറ്റൊരാൾ പ്രവേശിക്കാൻ ഇടവരരുത്. അപ്പോൾ ഒരു ബൗണ്ടറി സെറ്റ് ചെയ്യാം. പിന്നെ വരുന്നതാണ് അത് ഡോണ്ട് ടേക്ക് ഇൻ ടു മൈൻഡ് എന്ന് പറഞ്ഞാൽ അവരെന്ത് പറഞ്ഞാലും നമ്മളത് മനസ്സിലോട്ട് എടുക്കാതിരിക്കുക. നമ്മളിപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും തലകുത്തി പറഞ്ഞാലും അവരുടെ നേച്ചർ അങ്ങനെയൊക്കെ തന്നെയായിരിക്കും. കാരണം അവർക്കൊന്നിലും തൃപ്തിയില്ലാത്തതുകൊണ്ടാണ്, അവരെപ്പോഴും ഹാപ്പി അല്ലാത്തതുകൊണ്ടാണ് അവർ ആ രീതിയിൽ പെരുമാറുന്നത്. അപ്പോൾ എന്ത് പറഞ്ഞാലും ഉള്ളിലോട്ട് എടുക്കാതിരിക്കുക. നമ്മൾ നമ്മുടേതായ രീതിയിലേക്ക് പോകും. നമ്മൾക്ക് നെക്സ്റ്റ് ഡേ ഒരു നല്ലൊരു ലൈഫിലോട്ട് അല്ലെങ്കിൽ നല്ലൊരു ഡേ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ നമ്മുടെ ലൈഫ് എപ്പോഴും പോസിറ്റീവ് അല്ലെങ്കിൽ പ്ലസൻ്റ് ആയിട്ടിരിക്കണമല്ലോ. അപ്പോൾ നമ്മുടെ ലൈഫ് നമ്മളാണ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. നെക്സ്റ്റ് ഡേ സ്റ്റാർട്ട് ചെയ്യുന്നതും നമ്മളാണ്. അവരിത് പറഞ്ഞിട്ട് അവരവരുടെ വഴിക്ക് പോകും. എന്നിട്ട് ഇത് നമ്മളാണ് ഇത് ഉള്ളിൽ കയറ്റി വെച്ചുകൊണ്ട് അയ്യോ അവരെന്നാലും അങ്ങനെ പറഞ്ഞല്ലോ ഇവരിങ്ങനെ പറഞ്ഞല്ലോ എന്നൊക്കെ പറഞ്ഞ് എപ്പോഴും വിഷമിച്ചുകൊണ്ടിരിക്കും. ഈവൻ നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ പോലും ഇങ്ങനെയൊക്കെ ചിന്തിച്ചുകൊണ്ടാണ് കുക്ക് ചെയ്യുന്നത്. നമ്മളിങ്ങനെയുള്ള നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ വിചാരിച്ചുകൊണ്ട് ഇപ്പോൾ എന്ത് ഭക്ഷണം കഴിക്കുകയോ ഒരു ഗ്ലാസ് വാട്ടർ പോലും കുടിച്ചാൽ പോലും അത് നമ്മുടെ ബോഡിയും നമ്മുടെ മൈൻഡിനെയും തന്നെ അഫക്റ്റ് ചെയ്യും. അപ്പോൾ എപ്പോഴും നമ്മൾ നല്ല രീതിയിൽ നല്ല കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ട് ഫുഡ് ഉണ്ടാക്കുകയും അത് മറ്റുള്ളവർക്ക് സെർവ് ചെയ്യുകയും ചെയ്യുക. അപ്പോൾ ആ ഫുഡിനും ഒരു എനർജി ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ എനർജി നല്ല രീതിയിലുള്ള എനർജി ഇൻടേക്ക് ചെയ്താലേ നമുക്ക് കിട്ടുള്ളൂ.